കുട്ടമ്പുഴയിൽ ഇന്നലെ രാത്രി എൽദോസിന് സംഭവിച്ചത് എന്താണ്? ആരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ മരണം അനിവാര്യമായത്? ആരുടെയെങ്കിലും അവഗണന കൊണ്ടാണോ ഈ മനുഷ്യജീവൻ പൊലിയാൻ കാരണമായത്? രാഹുൽ വിജയൻ താരക്ക് ഈ റിപ്പോർട്ട് ശ്രദ്ധിക്കൂ. കുട്ടൻപുഴയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വൈകിട്ട് 8:30-ക്കാണ് ഉരുളൻതണ്ണിയിലുള്ള ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ എൽദോസ് വണ്ടിയിറങ്ങുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ക്ണാച്ചേരിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു. എൽദോസ് നടന്നു പോകുന്ന സമയം കൂരിരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിന്റെ ടോർച്ച് തെളിച്ചാണ് ഇതുവഴി നടന്നുപോയത്. കാരണം ഇതുവഴിയുള്ള ഒരു പോസ്റ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നില്ല. ഉരുളൻതണ്ണിയിൽ നിന്ന് നടന്ന എൽദോസ് ക്ണാച്ചേരിയിലെ ക്ഷേത്രത്തിന് സമീപത്തെത്തിയപ്പോഴാണ് കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുന്നത്. കാട്ടാനയും എൽദോസും ഭയപ്പെട്ടിട്ടുണ്ടാകാം ഒരുപക്ഷെ. എന്നിരുന്നാലും കാട്ടാന എൽദോസിനെ ചുരുട്ടി വലിഞ്ഞ ശേഷം 2 തവണയാണ് ഈ കാണുന്ന വനമേഖലയിലേക്ക് വലിച്ചെറിഞ്ഞത്. 2 മരത്തിലായി 2 തവണ തലയും ദേഹവും ഇടിച്ച് ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാകാം. അതിനുശേഷം വീണ്ടും തുമ്പിക്കൈ ചുരുട്ടി ഈ കാണുന്ന സ്ഥലത്തേക്ക് എൽദോസിനെ ആന വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഇവിടെയിട്ട് അതിക്രൂരമായി ചവിട്ടി മിതിച്ചു. ഇതൊരു വനമേഖലയായിരിക്കാം, പക്ഷേ ഇത് സാധാരണക്കാരായ ആളുകൾക്ക് നടക്കാൻ വേണ്ടി കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു വഴി കൂടിയാണ്. മാത്രമല്ല ഈ വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്നത് 62 കുടുംബമാണ്. ആനയുടെ ആക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെട്ട് ഈ റോഡിൽ കിടക്കുന്നത് ഒരു ഓട്ടോക്കാരനാണ് കാണുന്നത്. ഉടൻ തന്നെ 100 മീറ്റർ മാത്രം അകലെയുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുന്നു. അവരെത്തുകയും അപ്പോഴേക്കും നാട്ടുകാർ തടിച്ചുകൂടുകയും ചെയ്തു. വലിയ ജനരോഷം, വലിയ പ്രതിഷേധം. 7 മണിക്കൂർ നീണ്ടുനിന്നു ആ പ്രതിഷേധം. കാട്ടുപന്നി ആയിരുന്നെങ്കിൽ എടുത്തുകൊണ്ട് പോകട്ടെ, ഇത് മനുഷ്യനാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നിത്യസംഭവമാണ് ഇവിടെ. പക്ഷേ പറയുന്നല്ലാതെ ഫെൻസിങ് സംവിധാനങ്ങളോ ഒന്നുമില്ല. വാച്ചർമാർ ഇത്രയും കാട് സംരക്ഷിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? വാച്ചർമാരുടെ എണ്ണം കൂട്ടണം. അതുമില്ല. എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഇൻസിഡന്റുകൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഫോർമുലയിൽ ഇത് സെറ്റിൽമെന്റ് ചെയ്യാമെന്ന് ഫോറസ്റ്റുകാർ വിചാരിക്കേണ്ട. പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവുന്ന വരെ ഞങ്ങൾ നാട്ടുകാർ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നതായിരിക്കും. ജനങ്ങൾ പൊതുവായിട്ട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ഇവിടെ ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാട്ടാന ഈ കോൺക്രീറ്റ് റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി വനം വകുപ്പ് സ്ഥാപിച്ച ഒരു വേലിയാണിത്. വെറും വേലിയല്ല, ഇലക്ട്രിക് വേലിയാണ്. പക്ഷേ ഇത് പ്രവർത്തനരഹിതമാണെന്ന് മാത്രമല്ല, ഇത് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ജനങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ ചിലതെങ്കിലും കളക്ടർക്കും ജനപ്രതിനിധികൾക്കും സമ്മതിച്ചു കൊടുക്കേണ്ടിയും വന്നു, നടപ്പാക്കി കൊടുക്കേണ്ടിയും വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കിടങ്ങ് കുഴിക്കുന്നതിനും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും ഉൾപ്പെടെയുള്ള സർവേ നടപടികൾ പോലും ഇന്ന് തുടങ്ങിയത് എൽദോസിന്റെ മരണം സംഭവിച്ചതിന് ശേഷം മാത്രമാണ്. എന്തിനേറെ പറയണം, ഈ ലൈറ്റ് ഒന്ന് തെളിയാൻ വേണ്ടി എൽദോസിന്റെ മരണം ഉണ്ടാകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇനിയെങ്കിലും ദ്രുതഗതിയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യത്തിൽ നിന്ന് ശാശ്വത പരിഹാരം കുട്ടമ്പുഴ നിവാസികൾക്കുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ആ ചോദ്യം. അത് അടിയന്തരമായി ഉണ്ടാകേണ്ടതുമാണ്. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്.